ശ്രീ ബി ആർ ഷഫീർ, അൻവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ CPM-നെതിരെ സർക്കാരിനെതിരെ നിങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അൻവറിനെ ഏറ്റെടുക്കാനോ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അൻവറിനെ വിശ്വാസത്തിലെടുക്കാനോ തയ്യാറല്ല. UDF ഒന്നാകെ ശ്രമിച്ചിട്ട് പാർട്ടിക്കോ സർക്കാരിനോ ഉണ്ടാക്കാൻ കഴിയാത്തത്ര വലിയ ഡാമേജ് കുറെ ദിവസങ്ങൾക്കുള്ളിൽ അൻവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. നിങ്ങൾക്കൊരു കൊതിക്കറിവുണ്ടോ? PV അൻവർ ഞങ്ങളെ സമീപിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെ സമീപിക്കാതെ ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താണ്? PV അൻവർ ഞങ്ങളെ സമീപിക്കട്ടെ, അപ്പോഴും ഞങ്ങളുടെ നിലപാട് അപ്പോൾ പറയാം. ഒരാൾ സമീപിക്കാതെ അയാളുടെ പിറകെ നടക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾ ഭൈമീ കാമുകന്മാരല്ലല്ലോ. ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങളുടെ നേതൃത്വം കൂടിയാലോചിക്കും. പ്രതിപക്ഷ നേതാവും UDF-ഉം അതുപോലെ തന്നെ KPC-യും ഒക്കെ ഉണ്ടല്ലോ, അത് അവരന്വേഷിക്കും, അവർ ചെയ്യും. ഞാൻ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സഹപ്രവർത്തനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിവിടെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ പറഞ്ഞതെല്ലാം പഴങ്കഥകളാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പഴങ്കഥ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം. നിങ്ങൾ പറഞ്ഞ ശ്രീ MN വിജയൻ്റെ ഒരു കഥയെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. MN വിജയൻ്റെ കോട്ടയ്ക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ MN വിജയൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഏതെങ്കിലും ഒരു കൊട്ടാരം പണിതുയർത്താൻ ശ്രമിച്ചാൽ അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്നാൽ അത് പൊളിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൊളിച്ചെടുക്കാൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മുകളിൽ ഏറ്റവും മേൽക്കൂരയിൽ നിന്ന് തന്നെ പൊളിക്കണം. അദ്ദേഹം നിർത്തിയിട്ട് ഇത്രയും കൂടി പറഞ്ഞു, ഒരാൾ വിഗ്രഹ ഭഞ്ജനത്തിനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തലയിൽ തന്നെയാണ് അടിച്ചു പൊട്ടിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആരാണ് തലയെന്നും ആരാണ് വിഗ്രഹമെന്നും ആരാണ് പൊട്ടിക്കേണ്ടതെന്നും കാലം വിലയിരുത്തട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താണ് സാർ? നിങ്ങൾ ആരെയാണ് സാർ ഇതൊക്കെ പറയുന്നത്? പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ചാനലിലെ വക്താവിനോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ പോട്ടെ DYFI-കാരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ആത്മരോഷമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകും. ആ പിണറായി വിജയന്റെ മുമ്പിൽ പോയിട്ട് പറ, മകളെ രക്ഷിക്കാൻ വേണ്ടി RSS-ഉമായിട്ടും ADGP-യുമായിട്ടും ഒത്തുകളിച്ചുകൊണ്ട് പൂരം കലക്കുന്ന ഏറ്റവും വലിയ പാറമേക്കാവിൻ്റെയും അതുപോലെ തന്നെ കണിമംഗലം ശാസ്താവിൻ്റെയും പ്രാക്ക് കിട്ടിയ, അല്ലെങ്കിൽ അവരുടെ ശാപം കിട്ടിയ ജന്മവും പേറിക്കൊണ്ട് ഞങ്ങളെ എന്തിനാണ് സാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദിക്ക്. മകളുടെ മാസപ്പടി കേസിനെ കുറിച്ച് ചോദിക്ക്. PV അൻവർ ഉയർത്തി പോലെ മാഫിയാവൽക്കരണത്തെ കുറിച്ച് ചോദിക്ക്. കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പങ്കുപറ്റുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ചോദിക്ക്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിലോ റൂമിനകത്ത് കയറി ഒന്ന് കഥപടച്ചിട്ട്, കുളിമുറിയിൽ കയറി കഥപടച്ചിട്ട് വെള്ളവും തുറന്നു വിട്ടിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ് മുദ്രാവാക്യം എന്തിനായിരിക്കാം അങ്ങ് പറഞ്ഞ ആരോപണം അനുസരിച്ചാണെങ്കിൽ പോലും എന്തിനായിരിക്കാം ഞാൻ അതിലേക്ക് വരാം. ഒറ്റ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ K. സുധാകരനെ കോട്ട് ചെയ്തു, VD സതീശനെ കോട്ട് ചെയ്തു, നല്ലതാണ് സാർ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചുകൊള്ളുക, 1977 കൂത്തുപറമ്പിൽ ശ്രീ KG മാരാരോടൊപ്പം ചേർന്നുകൊണ്ട് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച നേതാവിന്റെ പേര് VD സതീശനെന്നോ K. സുധാകരനെന്നോ എന്നല്ല. ആ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. 77 കൂത്തുപറമ്പിൽ ജനസംഘവുമായിട്ട് ചേർന്നുകൊണ്ട് മത്സരിച്ച നേതാവിന്റെ പേര് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വൈദേഹം റിസോർട്ടിനെ കൊണ്ടുവന്ന് നിരാമയ എന്ന BJP-യുടെ ചന്ദ്രശേഖരന്റെ നിരാമയുമായിട്ട് ലയിപ്പിക്കാൻ ബിസിനസിന്റെ പങ്കാളിത്ത കച്ചവടം നടത്തുമ്പോൾ സഖാവേ, RSS BJP നേതാവുമായിട്ട് ബിസിനസ് ബന്ധം വേണ്ട കേട്ടോ എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു DYFI-കാരുണ്ടായോ? നിങ്ങൾ എന്തിനാ EP ജയരാജനെ പുറത്തെറിഞ്ഞത്? BJP-യുടെ ജാവദേക്കറെ കണ്ടു എന്ന് പരസ്യമായി ഇലക്ഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞ EP ജയരാജനേക്കാളും വലിയ RSS ആരാ? പറയും. നിങ്ങൾക്കറിയോ, ഒരു ADGP RSS-നെ നേരിട്ട് കണ്ടു എന്ന് കാണുന്ന തെറ്റൊന്നുമില്ല, നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല, അത് രാഷ്ട്രീയമേ ഉള്ളൂ, രാഷ്ട്രീയ തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യം, RSS-ന്റെ രണ്ടാമത്തെ ആളിനെ ഞാൻ കണ്ടു എന്ന് പരസ്യമായി സമ്മതിച്ച, ലോഗ് ബുക്കുകളും യൂണിഫോമും അതുപോലെ തന്നെ ഔദ്യോഗിക കാറ് മേടിച്ച് കണ്ടു എന്ന് സമ്മതിച്ച, രാമാധവനെ കണ്ടു എന്ന് സമ്മതിച്ച ADGP-യെ മാറ്റാൻ നിങ്ങൾക്ക് കാല് വിറക്കുന്നുണ്ടല്ലേ, നാവ് വിറക്കുന്നുണ്ടല്ലേ? എന്താ നിങ്ങൾക്കോ EP ജയരാജനുള്ള വിലയെങ്കിലും EP ജയരാജന് ഈ പറയപ്പെടുന്ന ചന്ദ്രശേഖരന്റെ പകുതി വില നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? ഇനി ഒരു കാര്യം കൂടി നിങ്ങളടുത്ത് പറഞ്ഞു തരാം. നിങ്ങളൊരു SFI നേതാവ്, DYFI നേതാവല്ലേ? ഈ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ കണ്ണൂരിലെ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ RSS-ന്റെ ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സ് 1000 പ്രസംഗങ്ങൾ പഠിക്കാൻ സിലബസിൽ ഏർപ്പെടുത്തി കൊടുത്ത നേതാവിന്റെ പേര് സുധാകരൻ എന്നല്ല, VD സതീശൻ എന്നല്ല. ഒരു കാര്യം കൂടി ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടവരുടെയും ധർമ്മരാജന്റെയും തൃശ്ശൂരിലെ ഓഫീസ് സെക്രട്ടറിയെയും സാക്ഷിയാക്കി കൊടുത്ത് നിങ്ങൾ ഒതുക്കി കൊടുത്തൊരു കേസുണ്ട്, കൊടകര കുഴൽപ്പണ കേസ്. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അകത്ത് കിടന്നതിനെ സാക്ഷിയാക്കി കൊടുത്ത് സഹായിച്ചു. എന്തിനറിയോ? കരിവണ്ണൂർ ഒതുക്കാൻ,
മാസപ്പടി കേസ് ഇത് രക്ഷപ്പെടാൻ, SFIS ഇത് രക്ഷപ്പെടാൻ, സുരേന്ദ്രൻ പ്രതിയായ പൂക്കൂടയിൽ പണം കടത്തിയ കേസ് അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കി കൊടുത്തു, സംരക്ഷിച്ചു. ആർക്ക് വേണ്ടിയിട്ടെന്നറിയോ? RSSനെ സഹായിക്കാൻ. എന്റെ പൊന്നു സഹോദര, നിങ്ങളുടെ മുഖ്യമന്ത്രി കറകളഞ്ഞ RSS ആണ്. നിങ്ങളുടെ EP ജയരാജൻ RSS ആണ്. നിങ്ങളുടെ അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSS ആണ്. RSS ആണ് പോലീസ് ഭരിക്കുന്നത്. അത് തുറന്നു പറയാം. ഇതാണ്